2025 പുതിയൊരു എയർ കൂളർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച 3 എയർ കൂളറിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് തികച്ചും എൻ്റെ ഒരു ഒപ്പീനിയൻ വീഡിയോ മാത്രമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു എയർ കൂളർ കാറ്റഗറിയിൽ ഞാൻ എടുത്തിരിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ടവർ ടൈപ്പ് കൂളറാണ്. അതായത് മാർക്കറ്റിൽ 4 കാറ്റഗറി ടൈപ്പ് എയർ കൂളേഴ്സ് ആണ് വരുന്നത്. ഒന്ന് വിൻഡോ കൂളർ, വിൻഡോ സൈഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയത്, വളരെ സ്മോൾ ആയിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് പേഴ്സണൽ കൂളർ, അതും നമുക്കൊരു ഈ ഒരു ഹൈറ്റിലേക്കാണ് നമുക്ക് പേഴ്സണൽ കൂളർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വരുന്നത് ടവർ കൂളർ. ടവർ കൂളർ കാറ്റഗറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഡെസേർട്ട് കൂളർ, ഹെവി പർപ്പസിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡെസേർട്ട് കൂളർ. അങ്ങനെ 4 തരം കാറ്റഗറി എയർ കൂളറുകളാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ടവർ ടൈപ്പ് കൂളറാണ്. ഇതിലെ 3-ാം സ്ഥാനത്തിലേക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് ക്രോംപ്ടന്റെ എയർ കൂളറാണ്. ക്രോംപ്ടന്റെ ഒപ്റ്റിമസ് 35 ലിറ്റർ ആണ് ഈ ഒരു മോഡൽ കാറ്റഗറി മോഡലാണ് വരുന്നത്. ഇതൊരു ടവർ ടൈപ്പ് എയർ കൂളറാണ്. ഈ ഒരു എയർ കൂളറിന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ 35 ലിറ്റർ വെള്ളം വാട്ടർ നമുക്ക് ഒഴിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എയർ കൂളറാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഹണികോം ഫിൽറ്റർ വരുന്നുണ്ട്. നമുക്ക് ഫാനായിട്ടും കൂളറായിട്ടും 2 രീതിയിലും എയർ കൂളർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വേസ്റ്റ് വെള്ളമൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഡ്രൈൻ ഹോസും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എയർ കൂളറിൽ നമുക്ക് വാട്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു 140 വാട്ട്സ് ആണ് ഈ ഒരു എയർ കൂളർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടറിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു എയർ കൂളർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു എയർ കൂളറിന് ഐസ് ചാമ്പർ വരുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെച്ച് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് പറ്റിയതാണ് ഈ ഒരു എയർ കൂളർ എന്ന് പറയുന്നത്. ഇതിന്റെ എയർ ത്രോ എന്ന് പറയുന്നത് 12 M2 ഒക്കെയാണ് നമുക്കൊരു എയർ ത്രോ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഫാന്റെ പർപ്പസ്, അതായത് ആ ഒരു കൂളറിൻ്റെതായ ഒരു തണുത്ത കാറ്റ് നമുക്ക് ഈ ഒരു എയർ കൂളറിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ എയർ കൂളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റൂമിനെ തണുപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഇത് നമ്മളൊരു വെക്കുന്ന ഡിസ്റ്റൻസിക്ക് ഒരു ചെറിയ തണുത്ത കാറ്റ് മാത്രമാണ് ഈ എയർ കൂളറിന് കിട്ടുക. ഇതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. ഇനി ടോപ്പ് 2ലേക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ബജാജിന്റെ എയർ കൂളർ ആണ്. ഇത് ബജാജിന്റെ TMH 35 ലിറ്ററിന്റെ എയർ കൂളർ ആണ്. ക്രോംപ്ടന്റെ ഉള്ളതുപോലെ തന്നെ 35 ലിറ്റർ തന്നെയാണ് ഈ ഒരു എയർ കൂളറിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിലും ഐസ് ചാമ്പറും ഹണികോം ഫിൽറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂളറായിട്ടും ഫാനായിട്ടും നമുക്ക് ഈ ഒരു എയർ കൂളറിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിലും വേസ്റ്റേജ് വെള്ളം നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് ഡ്രൈൻ ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു നോർമൽ ആയിട്ട് വരുന്ന എയർ ഈ സ്പെക്ക് തന്നെയാണ് ഈ 2 ബ്രാൻഡുകളിലും വരുന്നത്. ഇനി ഇതിന്റെ വാറണ്ടിയിലേക്ക് വരുമ്പോൾ ഈ ഒരു മോഡൽ എയർ കൂളറിന് ടോട്ടൽ നമുക്ക് 1 ഇയർ ഫുൾ കവർ വാറണ്ടിയും 1 വർഷത്തെയും കൂടിയും അതിന്റെ പമ്പ് മോട്ടോർ വാറണ്ടിയും കൂടിയും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ക്രോംപ്ടന്റെ കൂളർ ആണെങ്കിൽ 1 ഇയർ ഫുൾ കവർ വാറണ്ടി മാത്രമാണ് ഈ ഒരു എയർ കൂളറിന് വരുന്നത്. ഇനി നമ്പർ 1 പൊസിഷനിലേക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് കൂളറിലെ എക്കാലത്തെയും രാജാക്കന്മാരായ നമുക്ക് സിംഫണിയുടെ എയർ കൂളർ ആണ്. ഇത് സിംഫണിയുടെ 35 ലിറ്ററിന്റെ ഡൈറ്റ് 35 എന്ന് പറഞ്ഞ മോഡലാണ്. 35 ലിറ്റർ തന്നെയാണ് ഈ ഒരു എയർ കൂളറിൽ നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പ്യൂറോ ടെക്നോളജി വരുന്നുണ്ട്. അതായത് നമ്മുടെ റൂമിൽ ഉണ്ടാവണ നമുക്ക് ബാഡ് ആയിട്ട് വരുന്ന സ്മെല്ല്, അതുപോലെ തന്നെ ബാക്ടീരിയ, ഇതേപോലെ തന്നെ നമുക്ക് പുക, അങ്ങനെയുള്ള നമുക്ക് അന്തരീക്ഷം ഉണ്ടാവുന്ന മലിനീകരണത്തെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എയർ കൂളറിൽ നമുക്ക് നല്ലൊരു എയർ ഫ്ലോ നമുക്ക് ഉണ്ടാവുക. അതാണ് ഈ ഒരു സിംഫണിയുടെ എയർ കൂളറിന്റെ പ്രത്യേകത. പൊതുവെ എല്ലാ എയർ കൂളറിലും ഹണികോംബ് ഫിൽറ്ററും ബാക്ക് സൈഡിലായിട്ട് ഒരു നോർമൽ ഫിൽറ്റർ മാത്രമാണ് അതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ നോക്കി കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു എയർ കൂളറിന്റെ ആ ഒരു ഹണികോംബ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിന്റെ ആ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ആ ഒരു ബാഡായിട്ട് വരുന്ന സ്മെല്ലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു ഫിൽട്രേഷനും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സേഫ്റ്റി ആയിട്ടാണ് സിംഫണി നമ്മുടെ മാർക്കറ്റിലേക്ക് എയർ കൂളർ അവതരിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ എടുത്ത് പറയാൻ പറ്റിയ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് നമുക്ക് വാട്ടറൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വെള്ളം പോകും. പിന്നെ ഇതിലും ഡ്രൈൻ പോകാൻ വേസ്റ്റേജ് വെള്ളം പുറത്തേക്ക് കളയാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ 3 എയർ കൂളറിലും വീല് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് 360 ഡിഗ്രിയിൽ തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. കൂളറുകളുടെ ഫംഗ്ഷൻ പോലെ തന്നെ ഫാന്റെ പർപ്പസിലാണെങ്കിൽ മിഡ്, ലോ, ഹൈ, ഈ 3 രീതിയിലും ഈ പറഞ്ഞ 3 ബ്രാൻഡുകൾ നമുക്ക് ഫാൻ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ കൂളറിന്റെ പർപ്പസിലാണെന്നുണ്ടെങ്കിൽ കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതിലിട്ടാൽ മാത്രമാണ് ഫാന്റെ സ്പീഡും പ്ലസ് കൂളിലിട്ടാൽ മാത്രമാണ് റൂം പ്രോപ്പർ ആയിട്ട് നമുക്ക് ഈ ഒരു എയർ കൂളറിന്റെ ഫംഗ്ഷനിങ് നടക്കുള്ളൂ. ഇനി ഇതിൽ തന്നെ കൂൾ വിത്ത് സ്വിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പമ്പ് വിത്ത് നമുക്ക് സ്വിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഈ മിക്ക ബ്രാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 2 സൈഡിലുള്ള റൊട്ടേഷൻ ഉണ്ടാവും, പ്ലസ് ഈ പറഞ്ഞ ആ ഒരു പമ്പിങ് പ്രോസസ്സും അല്ലെങ്കിൽ ആ ഒരു
കൂളിംഗ് പർപ്പസും നമുക്ക് അതിൽ കിട്ടും. പിന്നെ ഇതിൽ സ്വിംഗ് മാത്രമായിട്ട് ഇട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫാൻ പർപ്പസിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഈ ഒരു എയർ കൂളറിൽ വരുന്നുണ്ട്. ഈ ഒരു എയർ കൂളറിന്റെ ഒക്കെ ഒരു എയർ ത്രോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 150 m2 ഒക്കെയാണ് ഇതിന്റെ ആ ഒരു എയർ ത്രോ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിലേക്കായിരിക്കും നമുക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു ഫാന്റെ കാറ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കൂളറിന്റെ പർപ്പസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന്റെ അടിയിലായിട്ട് വാട്ടർ ടാങ്ക് ഉണ്ടാവും. അതിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർ ഫുള്ളും ഇത് വലിച്ചെടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ ഹണി കോംബ് എന്ന് പറഞ്ഞ ഫിൽറ്റർ ഉണ്ട്. അത് ടോട്ടലി ഇത് ഈ ഒരു വെള്ളത്തിന്റെ ഈർപ്പം വരും ഫുള്ളായിട്ട് നനയും. നനഞ്ഞതിന് ശേഷം പുറത്തുനിന്നുള്ള എയർ വലിച്ചെടുത്തിട്ട് ഈ ഒരു ഫാൻ ബ്ലോവറിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് പ്രോസസ്സ് തള്ളും. ഈ ഒരു പർപ്പസ് മാത്രമേ എയർ കൂളിംഗ് നടക്കുന്നുള്ളൂ. ഒരിക്കലും ഒരു റൂമിനെ തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഈ ഒരു കൂളർ കൊണ്ട് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് കറണ്ട് ഒന്നും നമുക്ക് കൺസ്യൂം ചെയ്യില്ല. കാരണം ഒരു 140-150 വാട്ട്സ് ഒക്കെയാണ് എയർ കൂളേഴ്സിന് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇൻവെർട്ടറിലൊക്കെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൂളേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എയർ കൂളറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലും നമുക്ക് കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ആ ഒരു ഹ്യൂമിഡിറ്റി കാരണം ചിലപ്പോൾ അവരുടെ ബോഡീനൊക്കെ പെട്ടെന്ന് നമുക്ക് ജലദോഷമൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അത് നമുക്ക് ആ ഈർപ്പം നമുക്ക് കൂടുതലായിട്ട് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അലർജീസ് കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എയർ കൂളറൊക്കെ വാങ്ങി ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫാന്റെ പർപ്പസ് മാത്രമായിട്ട് ഒരു ഫാൻ കാറ്റ് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ ആ ഒരു ബാക്കിൽ ഹണി കോംബ് ഫിൽറ്റർ ഉണ്ട്. ഇത് വർഷത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഡേക്കുള്ള വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളമൊക്കെ ഒരു ദിവസം നമ്മൾ ഒഴിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്. വെള്ളത്തിന് എപ്പോഴും ആ ഒരു റീസൈക്ലിംഗ് നമുക്ക് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സമ്മർ സീസണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മൺസൂൺ സീസണിലേക്കൊക്കെ വരുമ്പോൾ അതിലത്തെ ആ വേസ്റ്റ് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഡ്രൈനിൽ കൂടെ വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഫാനിന്റെ പർപ്പസിൽ മാത്രം ഉപയോഗിക്കുക. കാരണം ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും ഇതിനൊക്കെ കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് 3 മികച്ച എയർ കൂളർ ബ്രാൻഡുകളാണ്. ഇതിനെല്ലാം പുറമെ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുടെ എയർ കൂളറുകളൊക്കെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് മെയിൻ ബ്രാൻഡുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാർ വരുന്നുണ്ട്, ഗോദ്രേജ് വരുന്നുണ്ട്. ഇതൊക്കെ AC ബ്രാൻഡാണ്. അതിന് തന്നെ എയർ കൂളേഴ്സ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഓറിയന്റിന്റെ എയർ കൂളർ ഉണ്ട്, ഉഷയുടെ എയർ കൂളർ ഉണ്ട്. നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് നല്ല ബ്രാൻഡുകളിലൊക്കെ എയർ കൂളർ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തത് ഇത്രയും ഒരു നോർമൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതലും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രാൻഡുകളെ കാറ്റഗറി ചെയ്തിട്ടാണ് ഈ ഒരു എയർ കൂളർ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇനി ഈ പറഞ്ഞ മോഡലിന് പുറമെ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് വരുന്ന മോഡൽ, അതായത് നമുക്ക് റിമോട്ടിലൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ മോഡൽ, ടൈമറുകളൊക്കെ ഉള്ള മോഡൽസ് ഉള്ള എയർ കൂളറുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് എയർ കൂളറൊക്കെ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും.